Aman's Art and Experiments. അപ്പോൾ നമ്മൾ കാർഡ്ബോർഡ് വെച്ചൊരു സാധനമാണ് ഉണ്ടാക്കാൻ പോണത്. അതിന്റെ പേര് ട്രയാങ്കിൾ വാൾ പോക്കറ്റ് എന്ന് പറയും. അപ്പൊ ഇത് നമ്മളുടെ കുട്ടികളുടെ എന്താ പറയാ പെൻസില്, പെന്നുകള്, സ്കെയിലുകള് അതൊക്കെ ഓർഗനൈസ്ഡ് ആയിട്ട് റൂമിൽ വാളില് നല്ല ഭംഗിയിൽ വെക്കാൻ പറ്റും. ഇത് കാർഡ്ബോർഡ് വെച്ച് ഉണ്ടാക്കണേ. അത് 2-3 സ്റ്റെപ്സ് വീണ്ടും മെയിൻ ആയിട്ട് ഈസിയാണ് ഉണ്ടാക്കാൻ. അപ്പൊ നിങ്ങൾ എന്റെ ഈ ചാനൽ കാണാനവര് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഞെക്കുക, അപ്പുറത്തെ ബെല്ലൈക്കണിൽ ഓൾ ഒന്ന് ഞെക്കുക. അപ്പൊ എന്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പൊ ഞാൻ അധികം വലിച്ചു കിട്ടില്ല. അപ്പൊ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ നമ്മുടെ ട്രയാങ്കിൾ വാൾ പോക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ കാർഡ്ബോർഡ് നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്, ഒരു ട്രയാങ്കിൾ. അപ്പൊ ഇതിന്റെ മെഷർ എന്താന്ന് വെച്ചാല് നമ്മളിപ്പോ 15 ഇഞ്ചസ് ആണ് ഓരോ സൈഡ് എടുത്തേക്കണേ. 3 സൈഡും ഒരേ മെഷറിലാണ് എടുത്തേക്കണേ. 15 ഇഞ്ചസ് ഇട്ടാ. അപ്പൊ ഇനി നമുക്ക് അടുത്ത പണിയിലേക്ക് കിടക്കണേക്കാട്ട് മുമ്പ് നമുക്ക് ഈ ട്രയാങ്കിൾ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. പേപ്പറൊക്കെ വെച്ച് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള പണിയിലേക്ക് കിടക്കാം. അപ്പൊ ഞാൻ ഈ കാർഡ്ബോർഡിന്റെ ട്രയാങ്കിൾ ഞാൻ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ ഡെക്കറേറ്റ് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിപ്പോ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തെന്നുള്ളൂ. ഇനി എന്തിനാന്ന് വെച്ചാൽ നമ്മള് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനും വേണ്ടി എന്താ പറയാ കാർഡ്ബോർഡ് അറിയാണ്ടിരിക്കാനും വേണ്ടിയാണ്. ഇത് ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമാണ് നിങ്ങൾക്ക് ചെയ്യണേ. അപ്പൊ നമുക്ക് അടുത്ത പണിയിലേക്ക് കിടക്കാം. അടുത്ത എന്താന്ന് വെച്ചാല് ഓരോ സൈഡിനെയും നമുക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. 3 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അതിന് വേണ്ടി നമ്മുടെ ഇഞ്ചസ് സ്കെയിൽ എടുക്കുക, ഇഞ്ചസിന്റെ സ്കെയിൽ എടുക്കുക. എന്നിട്ട് 5 ഇഞ്ചസ് ഓരോ സ്ഥലത്ത് മാർക്ക് ചെയ്യുക. 5 ഇഞ്ചസ് ആദ്യത്തെ 5 ഇഞ്ചസ് മാർക്ക് ചെയ്തു, രണ്ടാമത്തെ മാർക്ക് ചെയ്തു, മൂന്നാമത്തെ മാർക്ക് ചെയ്തു. അപ്പൊ അതെ 5 ഇഞ്ചസ് നമ്മൾ 3 സ്ഥലത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാ സൈഡ്സിലും നമുക്ക് ചെയ്യണം. ഈ 2 സൈഡ്സിലും ഇനി നമുക്ക് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ 5 ഇഞ്ചസ് എല്ലാ സ്ഥലത്തും മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണ്ടേന്ന് വെച്ചാല് ആ 5 ഇഞ്ചസ് മാർക്ക് ചെയ്ത ലൈൻസിൽ നമുക്ക് പാരലൽ ആയിട്ടൊരു ലൈൻ വരയ്ക്കണം. ഇതേപോലെ ഇത് പെൻസിലും വെച്ച് ചെയ്താൽ മതി. ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വരയ്ക്കുമ്പോൾ പെൻസിലും വെച്ച് ചെയ്താൽ മതി. എന്തെങ്കിലും എറർ വല്ലതും സംഭവിച്ചാൽ നമുക്ക് റബ്ബറും വെച്ച് മായ്ച്ച് കളയാം. അപ്പോൾ പാരലലായിട്ട് ഇങ്ങനെ ലൈൻസ് വരച്ചു കൊടുക്കുക. ആ 5 ഇഞ്ചസിൽ ഇതേപോലെ നമ്മൾ വരച്ചു കൊടുക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെയും ലൈൻ വരച്ചു, ഇവിടെയും ലൈൻ വരച്ചു. പിന്നെ ഡയഗണലായിട്ട് നമുക്കൊരു ലൈൻ വരയ്ക്കണം. ദേ ഇവിടുന്ന് ഈ 5 ഇഞ്ചസിന്റെ മാർക്കിൽ നിന്ന് ഈ ലൈനിന്റെ 5 ഇഞ്ചസിന്റെ മാർക്കില്ലേ അവിടേക്ക് ഇത് സൂക്ഷിച്ച് ചെയ്തോളോ. പെർഫെക്റ്റ്നെസ് കിട്ടണമെങ്കിൽ നമ്മൾ സൂക്ഷിച്ച് ചെയ്യണം. അല്ലെങ്കിൽ തെറ്റിപ്പോയാൽ അത്രയ്ക്കും പെർഫെക്ഷൻ കിട്ടില്ല. ഇതുപോലെ ഒരു ലൈൻ വരച്ചു. നീ ഈ പോയിന്റും ഈ പോയിന്റും തമ്മിലുള്ളൊരു ഡയഗണലിൽ നമുക്കൊരു ഡയഗണൽ ലൈൻ വരയ്ക്കാം. ഇതുപോലെ ഈ സെയിം സ്റ്റെപ്പ് തന്നെ നമുക്ക് ഈ ഭാഗത്തും ചെയ്യാം. ഇവിടേക്ക് ഇങ്ങനെ ഡയഗണലായിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഈ സെയിം സ്റ്റെപ്പ് തന്നെ ഇവിടേക്ക് ഇങ്ങനെ ഡയഗണലായിട്ട് വരച്ചു കൊടുക്കാം. അല്ലേ, ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്കൊരു പെർഫെക്റ്റ് ട്രയാങ്കിൾ കിട്ടാനാണ്. അത് നമ്മുടെ ഈ ട്രയാങ്കിൾ വാൾ ഹാങ്ങിങ്ങിന് ഒരു പെർഫെക്റ്റ് ട്രയാങ്കിൾ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യണത്. അപ്പൊ അതേ നമ്മള് ട്രയാങ്കിൾ എല്ലാം കിട്ടിയിട്ടുണ്ട്, നമുക്ക് വരച്ച് കിട്ടിയിട്ടുണ്ട്. നമ്മളിങ്ങനെ വരച്ച് തീരുമ്പോൾ നമുക്ക് 3 ട്രയാങ്കിൾ കിട്ടും. അപ്പൊ നമുക്ക് അടുത്ത പണിയിലേക്ക് കിടക്കാം. അപ്പൊ നമ്മൾ ഈ ട്രയാങ്കിൾ എല്ലാം മാർക്ക് ചെയ്ത് കഴിഞ്ഞാല് ഞാൻ ഇപ്പോ ഈ ട്രയാങ്കിളിന്റെ വാൾ ഹാങ്ങിങ് ഇങ്ങനെയാണ്, ഈ ഡിസൈനാണ് എടുത്തേക്കണേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ എടുക്കാം. അപ്പൊ ഈ ഡിസൈനാണ് ഞാൻ എടുത്തേക്കണേ. അപ്പൊ ഇതിനു വേണ്ടി ഞാനിപ്പോ ഒരു സ്ക്വയർ എടുത്തിട്ടുണ്ട്. ഇതിന്റെ മെഷർ എന്താന്ന് വെച്ചാല് 4 സൈഡ് ഈക്വൽ ആണ്. ഒരു സൈഡ് നമ്മൾ 4 ഇഞ്ചസ് ആണ് എടുത്തേക്കണേ. അപ്പൊ 4 ഇഞ്ചസ് സ്ക്വയർ നമ്മൾ ഇങ്ങനെ ഡയമണ്ട് പോലെ പിടിച്ചിട്ട് ഇതിന്റെ ഹാഫ് ആക്കി വെട്ടിയെടുക്കുക. ഇങ്ങനെ ഹാഫായിട്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ട്രയാങ്കിൾ വാൾ ഹാങ്ങിങ്ങിന് നമ്മുടെ ഈ വാൾ ഹാങ്ങർ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെ ഹാഫായിട്ട് ഇങ്ങനെ നമുക്ക് വെട്ടി കൊടുക്കാം. ഇങ്ങനെ വെട്ടി കൊടുത്തു കഴിഞ്ഞാല് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഇപ്പൊ ഞാൻ ഈ ഡിസൈനാണ് എടുത്തോ ഞാനിപ്പോ ഈ ഡിസൈൻ ആണ് എടുത്തേക്കണ. അപ്പൊ ഇതിനു വേണ്ടി നമ്മള് ഈ ട്രയാങ്കിൾസ് ആണ് എടുക്കാൻ പോണേ. ഇങ്ങനെ എന്താ പറയാ ഓപ്ഷണൽ ആണ്, നിങ്ങൾക്ക് ഏത് ഡിസൈനും വേണമെങ്കിലും എടുക്കാം.
അപ്പൊ നമുക്ക് ഒട്ടിച്ചു തുടങ്ങാം ഓരോന്നോരോന്നായിട്ട്. അതെ, ഒട്ടിക്കണതിന്റെ പാറ്റേൺ എങ്ങനെയാന്ന് വെച്ചാല് ഓരോ ട്രയാങ്കിൾ എടുത്തിട്ട് ഇങ്ങനെ വെക്കുക, എന്റെ മറ്റേ സൈഡിന്റെ ട്രയാങ്കിൾ ഇങ്ങനെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെയാണ് ഒട്ടിക്കേണ്ടത്. അപ്പൊ നല്ല ബോണ്ടായിട്ടിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഒട്ടിക്കാം. അപ്പൊ അതായത് നമ്മളെ ഒരു സ്ക്വയർ നമ്മൾ വെട്ടിയത് ഒട്ടിച്ച് തീർന്നു. അപ്പൊ ഇത് നമ്മൾ രണ്ടാമത്തെ ബ്ലോക്ക് ഒട്ടിക്കാൻ പോവാണ്. അതുപോലെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം, എല്ലാ സ്ക്വയർ ട്രയാങ്കിൾ നിങ്ങൾക്ക് ഒട്ടിച്ച് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ ഇതിനു വേണ്ടി നമ്മൾ മുമ്പ് വെട്ടിയുണ്ടായിരുന്ന സ്ക്വയർ ഉണ്ടായിരുന്നില്ല, 4 ഇഞ്ചിന്റെ സ്ക്വയർ, അത് നമുക്ക് 6 എണ്ണം വേണം. അത് ഈ ഡിസൈൻ ആണെങ്കിലും 6 എണ്ണം വേണം. ഏത് ഡിസൈൻ ആണെങ്കിൽ 6 സ്ക്വയർ അതുപോലത്തെ വെട്ടിയെടുക്കണം, 4 ഇഞ്ചിന്റെ. ഇപ്പൊ നമുക്ക് ബാക്കിയുള്ള ഒട്ടിക്കാം. അപ്പൊ അതായത് നമ്മളുടെ ഈ വോൾ ഹാങ്ങിങ് ട്രയാങ്കിൾ ഡെക്കറേഷൻ നമ്മളിപ്പോ ഫുള്ളാക്കിയിട്ടുണ്ട്, എല്ലാം ഒട്ടിച്ചിട്ടുണ്ട്. അപ്പൊ അതെ, ഈ ഡിസൈനാണ് ഞാൻ എടുത്തേക്കണേ, ഇങ്ങനെയാണ് ഞാൻ എടുത്തേക്കണേ. അപ്പൊ ഞാനതൊന്ന് ചെറുതായിട്ടൊന്ന് ഭംഗിയാക്കിയിട്ട് ഇനി കാണിച്ചു തരാം. അപ്പൊ ഇത് നല്ല സൂപ്പർ ഈസി അല്ലേ ഉണ്ടാക്കാൻ? ഇത് ഈസിയാണ്, കുറച്ച് പണിയുള്ളൂ, ഒരു 2-3 സ്റ്റെപ്പ് മെയിൻ ആയിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതിനപ്പുറത്തെ ബെല്ലൈക്കണും കൂടി വെക്കാം. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടും, പുതിയ വീഡിയോസിന്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് കിട്ടും. അപ്പൊ ബൈ.